കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും ഗുരുവായൂരപ്പനെ കാണാൻ വരണ്ടേ? എല്ലാവരും വരൂ കേട്ടോ. ഗുരുവായൂരപ്പനെ കാണാം, ഗുരുവായൂരപ്പൻ്റെ കളഭാലങ്കാരം കാണാം. എന്താണെന്ന് ശ്രീലകത്ത് നിൽക്കുന്നത്, അതാ ഇരിക്കുകയാണോ എന്താണെന്നൊക്കെ അറിയണ്ടേ? അപ്പോൾ നമുക്ക് ഗുരുവായൂരിലേക്ക് വരാം. അങ്ങനെ ആദ്യം തന്നെ കിഴക്കേ നടയിലൂടെ വന്നിട്ട് ആ വലിയ ഗണപതി ക്ഷേത്രത്തിൽ വന്ന് ഗണപതിനെ കണ്ട് തൊഴാം. ഗണപതിനെ കണ്ട് തൊഴുത് അനുവാദമൊക്കെ വാങ്ങി നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴാൻ പോവാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ആ ഗോപുരവാതിൽ കടന്ന് നമ്മൾ സോപാനത്തിൻ്റെ, അതായത് ആ വാതിൽമാടത്തിൻ്റെ അവിടെ എത്തി. വാതിൽമാടത്തിൻ്റെ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ കയറാൻ നല്ല തിരക്കാണേ. ഇന്ന് രാവിലെ മുതൽ തന്നെ ഏകദേശം കൊടിമരം വഴിയാണ് വിട്ടിട്ടുള്ളത്. വളരെ തിരക്കാണ്, ഭയങ്കര തിരക്ക്. അപ്പോൾ ഒരു രക്ഷയില്ല, ഒന്നിച്ചുള്ള ആ ഒരു ജനപ്രവാഹമാണ്. അപ്പോൾ കയറി പറ്റണമെങ്കിൽ ഇന്നിപ്പോൾ ജയറാമിൻ്റെ മകൻ്റെ കല്യാണമൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ തിരക്കുകൾ അങ്ങനെ എല്ലാം കൊണ്ടും തിരക്ക് തന്നെയാണ്. ഗുരുവായൂർ ഞായറാഴ്ചയാണ്, നിർമാല്യം മുതൽ നല്ല തിരക്കാണ്. എന്നിരുന്നാലും നമുക്ക് കയറി തൊഴാം. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ വാതിൽപ്പടിയിൽ അവിടെ എത്തി. നമ്മൾ വാതിൽപ്പടിയിൽ അവിടെ എത്തുമ്പോൾ ശരിക്കും എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ, നമ്മൾ അതിൽ കയറുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് കയറിയാലേ എല്ലാവർക്കും സുഖമായിട്ട് കയറാൻ പറ്റും. അല്ലാതെ നേരെ ഇങ്ങോട്ട് വരുമ്പോഴാണ് പ്രശ്നം തോന്നുന്നു. ഒന്ന് ചെരിഞ്ഞിട്ടൊന്ന് കയറാൻ പറ്റുകയാണെങ്കിൽ വളരെ നമുക്കൊരു പിടുത്തം കിട്ടും ചെയ്യും. പതുക്കെ അങ്ങനെ പിടിച്ചിങ്ങനെ കയറും ചെയ്യാം. അങ്ങനെ തൊഴുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മളവിടെ കയറി വാതിലിൻ്റെ പടിയുടെ മുകളിൽ കയറി നിന്നാൽ നമുക്ക് ശ്രീലകത്തേക്ക് നല്ല നോട്ടാണ്. എന്നെന്താ വെച്ചാൽ അലങ്കാരമൊക്കെ ഉണ്ട്, പക്ഷെ വലിയ അലങ്കാരമല്ല. ഇന്ന് ബാലഗോപാലനാണ് ആ ഉണ്ണിക്കണ്ണനായിട്ടുള്ള ആ ഒരു സ്വരൂപം, വേറെ ഒന്നുമില്ല. ആളെ നല്ല വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇന്ന് മഞ്ഞപ്പട്ടൊന്നല്ല, വെളുത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വളരെ സുന്ദര കുട്ടനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ശാതവാമ. എന്താ ഒരു കാഴ്ചയ്ക്ക് വളരെ മനോഹരമായിട്ട്. കാരണം എന്താ പറയുക, സിമ്പിൾ എനർജറ്റിക് എന്നൊക്കെ പറയില്ലേ, അതേപോലെയാണ് ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ആ കളഭാലങ്കാരം. വളരെ സന്തോഷമായിട്ടുള്ള ആ ഒരു കാഴ്ചയാണ് കാണാനുള്ളത്. കാതിൽ പൂക്കളുണ്ട്, ചെവിപ്പൂക്കളുണ്ട്, കൈവളകളുണ്ട്, തോൾവളകളുണ്ട്, കാൽവളകളുണ്ട്. മൊത്തത്തിൽ ആകെ കാണുക ആ വെളുത്ത ഒരു പട്ടിൻ്റെ ഇതാണ് കാണുന്നത്. അങ്ങനെ കണ്ട് പിന്നെ സ്വർണ്ണഗോപിയുണ്ട്, പീലിത്തിരിമുടി കെട്ടിയിട്ടുണ്ട്. പിന്നെ നേരെ ആ വളയം പോലത്തെ മാല ഉണ്ട്, വളരെ പൊന്നിൻ ഗോപിയുണ്ട്, അരമണി കിങ്ങിണി ഇങ്ങനെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കുമ്പൊക്കെ ഇങ്ങനെ ആയിട്ടിങ്ങനെ ഉണ്ട്. നല്ലൊരു പൊന്നുണ്ണിക്കണ്ണനാണ്, ബാലഗോപാല സ്വരൂപത്തിൽ തന്നെയാണ്. അപ്പോൾ ഉണ്ണിക്കണ്ണനായിട്ടുള്ള ആ ഒരു നിൽപ്പാണെന്ന് ശ്രീലകത്തെ. അത് ഉണ്ടമാല ഉണ്ട്, വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളൊരു ഉണ്ടമാലി, തുളസിപ്പൂവും തെച്ചിപ്പൂവും താമരപ്പൂവായിട്ടുള്ളൊരു ഉണ്ടമാലി. അതുപോലെ തിരുമുടിമാലയാണെങ്കിൽ തെച്ചിയും തുളസിയും ആയിട്ടുള്ള ഒരെണ്ണവും, തുളസിയും തെച്ചിയും താമരയായിട്ടുള്ള ഒരെണ്ണം. അങ്ങനെ രണ്ടെണ്ണം തിരുമുടിമാലയുണ്ട്, രണ്ട് ഉണ്ടമാലയുണ്ട്. ആ രണ്ട് പിന്നെ അതേമാതിരി വിധാനമായിട്ട് നന്നായിട്ടുള്ള തുളസി കൊണ്ട് ഇങ്ങനെ ചാർത്തിയിട്ടുണ്ട്. വിധാനമായിട്ട് ഇങ്ങനെ നന്നായിട്ടാണ് അലങ്കരിച്ചിട്ട്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമ്മളെ പൊന്നുണ്ണിക്കണ്ണൻ എന്താ ഒരു രസം കാഴ്ച എന്നറിയാം. ആകെ വെളുത്തൊരു കുട്ടിയായിട്ടാണ് നിൽക്കണതെന്ന്. കളഭം മഞ്ഞയാണെങ്കിൽ കൂടി ആ വെളുത്ത ഡ്രസ്സിൻ്റെ ആ ഒരു കാഴ്ചയാണ്. പ്രകാശത്തിൽ ആ വെളുത്ത ഡ്രസ്സ് ഇങ്ങനെ കണ്ട് മതി മറന്ന് നിൽക്കാം നമുക്ക്. അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ ശ്രീലകത്തെ ചതുർബാഹുവായ വിഗ്രഹത്തിലുള്ള ആ ഉണ്ണിക്കണ്ണൻ്റെ സ്വരൂപത്തെ എല്ലാവരും കണ്ടോളൂ, കണ്ട് തൊഴുതോളൂ, മനം നിറച്ച് തൊഴുക. തിരക്കാണെങ്കിൽ കൂടി നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ പറയാനില്ല, ഞായറായാലും തിങ്കളായാലും ഒക്കെ ഇനി ഏകാശിയും ഒക്കെ ആയിട്ട് തിരക്ക് തന്നെയല്ലേ. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ. മേൽപ്പത്തൂരിനൊക്കെ ആദ്യം വന്നിക്കണമായിരുന്നു, അതൊന്നും പറയാൻ പറ്റില്ല. ഇന്നിപ്പോൾ ആഹ്ലാദം അങ്ങനെ ആയതുകൊണ്ടേ. അപ്പോൾ എന്തായാലും നമ്മൾ ശ്രീലകത്തെ ആ സോപാനപ്പടിയിൽ നിന്നിട്ട് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണുകയാണ്. എല്ലാവരും കണ്ടോളൂ. കൃഷ്ണ ഗുരുവായൂരപ്പ നാരായണ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുക. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്കിങ്ങനെ ഇറങ്ങാം. ഇന്ന് കളഭാലങ്കാരം ഉണ്ടായിരുന്നത് പഴയം സുമേഷോദിക്കനാണ് കേട്ടോ. നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്.
അപ്പോൾ അത് കഴിഞ്ഞു. ഇനി നേരെ നമ്മൾ അങ്ങനെ ഇറങ്ങണു. തിടപ്പള്ളിയിലേക്ക് ഒന്ന് നോക്കി തൊഴാം. അതേപോലെ അഗ്നികോണിലുള്ള ബലിക്കല്ല് ആ തൂവുന്ന സ്ഥലം അത് കാണാം. അതേപോലെ സപ്തമാതാക്കളെ കണ്ട് വണങ്ങാം. അതേപോലെ ഇനി ഇങ്ങോട്ട് കയറിയ ഗണേശൻ്റെ അവിടെയൊക്കെ നല്ല തിരക്കാണ്. എന്നാലും ഗണേശനെ കാണാതെ പോകാൻ പറ്റില്ലല്ലോ. ഗണേശൻ്റെ അടുത്ത് വരിക. ഈ തുമ്പിക്കൈയൊക്കെ നല്ല ആ ചന്ദനം കൊണ്ട് ഇങ്ങനെ മൊത്തം അലങ്കുന്നുണ്ട്. മുഖവും തുമ്പിക്കൈയൊക്കെ ഇങ്ങനെ അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ ചന്ദനം കൊണ്ട്. പിന്നെ അതേപോലെ മാലയുണ്ട്, ധാരാളം കിരീടം വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് മഞ്ഞ പട്ടിലാണല്ലോ. ഇന്ന് അകത്ത് വെളുത്ത കളറിലും പുറത്ത് മഞ്ഞ കളറിലുമാണ് ഗണേശൻ ഇരിക്കുന്നത്. അങ്ങനെ അപ്പോൾ നല്ല രസമായിട്ടുണ്ട്. പിന്നെ സരസ്വതി ദേവീനെ നോക്കുമ്പോൾ തുളസിമാല ഉണ്ട് അണിഞ്ഞിട്ടിരിക്കുന്നുണ്ട്. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതു മേ സദാ. അങ്ങനെ നമ്മൾ വിഘ്നേശ്വരനെ കണ്ട് തൊട്ടിട്ട് അവിടുന്ന് നടക്കാം. ഏകദന്തം മഹാകായം ദപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അങ്ങനെ ഗണേശൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് അവിടുന്ന് ഇങ്ങനെ പോരുമ്പോൾ ആ സൈഡിലുള്ള ഗണേശ വിഗ്രഹത്തിൽ അങ്ങനെ ചെറിയൊരു മാലയൊക്കെ ചാർത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തൊട്ട് തലോടാം. നമുക്കകത്തെ വിഗ്രഹങ്ങളിലൊന്നും തൊട്ട് തലോടാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇത് പിന്നെ അവിടുന്ന് അങ്ങനെ അവതാരങ്ങളിലുള്ള കൃഷ്ണകൽഗി എല്ലാവരും ഉണ്ട് അവിടെ. അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങുമ്പോൾ മേൽശാന്തിയുടെ റൂമിൻ്റെ മേൽശാന്തി ഇരിക്കുന്നത് വരെയുണ്ട് ഒരു സെക്ഷനായിട്ട്. മത്സ്യം, കൂർമ്മം, വരാഹമൊക്കെ ആ മേൽശാന്തി ഇരിക്കുന്നത് വരെയുള്ള സ്ഥലത്താണ്. അത് കഴിഞ്ഞാൽ നരസിംഹം. അങ്ങനെ മേൽശാന്തിയുടെ അടുത്ത് വന്ന് അവിടെ സുമേഷോദിക്കാൻ ഇരിക്കണു. അപ്പോൾ പ്രസാദമൊക്കെ വാങ്ങാം. അർച്ചന പ്രസാദമൊക്കെ വാങ്ങി അവിടെ തൊട്ട് നേരെ ഇങ്ങനെ വരുമ്പോൾ പുറകുവശത്തായിട്ട് പോയിട്ട് ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കാം. പറയാനുള്ളതൊക്കെ അവിടെ പറയാം. മുൻപിൽ പറയാൻ പറ്റാത്ത സമയമാണെങ്കിലൊക്കെ പുറകുവശത്ത് പറയാം. അങ്ങനെ അവിടെ തൊഴുത് അങ്ങനെ ആ പത്മനാഭസ്വാമിയുടെ അവിടെ വരാം. അവിടെ ഏതാ വെളുത്ത മുല്ലമുട്ട് കൊണ്ടുള്ള മാലയാണ്. അത് മാത്രമേ ഉള്ളൂ, വലിയ അലങ്കാരം ഒന്നുമില്ലെന്ന്. അപ്പോൾ അവിടെയും കണ്ട് അനന്തപത്മനാഭസ്വാമീനെ കണ്ട് ഇങ്ങനെ വരാം. പിന്നെ അങ്ങനെ നരസിംഹത്തിൻ്റെയും വാമനാവതാരവും ബലരാമനും ഒക്കെ രാമനും ഒക്കെ കണ്ടിങ്ങനെ വന്ന് കൃഷ്ണൻ്റെ അവിടെ ചെറിയൊരു മാല ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ അവിടെ ഭസ്മം കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അവിടെ കഴിഞ്ഞാൽ നേരെ ഹനുമാൻ സ്വാമിയുടെ അടുത്തുനിന്ന് കുങ്കുമം തീരില്ല കേട്ടോ. ആകെ ഒരു വെറ്റിലമാല മാത്രമേ ഉള്ളൂ ഹനുമാൻ സ്വാമിയുടെ അടുത്ത്. ഇന്ന് തൊടാൻ വളരെ അവിടെ നിന്ന് തൊട്ടില്ല എന്ന് പറയാനേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ അടുത്തൊക്കെ തൊഴുത് അങ്ങനെ നമ്മൾ ആ ശ്രീകോവിലിൻ്റെ ഓവിൻ്റെ അവിടെ വന്നിട്ട് തൊഴാം. അങ്ങനെ ആ താമരക്കണ്ണനെ കണ്ട് തൊഴാം. താമരക്കണ്ണൻ കൽപ്പകവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണല്ലോ. അപ്പോൾ എല്ലാ ഭക്തർക്കും അനുഗ്രഹം പ്രദാനം ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ അവിടെ തൊഴുത് ആ മണിക്കിണറൊക്കെ നോക്കി. അതേപോലെ നമ്മുടെ കണ്ണൻ അതാ നൃത്തം ചെയ്യണു. ആ നൃത്തറയിലേ അങ്ങോട്ട് നോക്കിയാൽ ആ വിളക്ക് ഇങ്ങനെ കാണണു, വിളക്ക് കത്തി ഇങ്ങനെ നിൽക്കണു. നൃത്തം ചെയ്യണ കണ്ണനെ സങ്കല്പിച്ചാൽ അവിടെ നൃത്തം ചെയ്യുന്നുണ്ട്. അങ്ങനെ കണ്ട് തൊഴുത് നേരെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ആ കുറൂരമ്മേനെയും നാരദനെയും ആ കൃഷ്ണാട്ട രൂപമൊക്കെ ഇങ്ങനെ കണ്ട് വസുദേവരെയൊക്കെ കണ്ട് ഇങ്ങനെ കൃഷ്ണനും രാധയൊക്കെ കണ്ട് അങ്ങനെ നേരെ ഇങ്ങോട്ട് ഇറങ്ങി വടക്കേ നടയിലൂടെ പുറത്ത് വന്ന് നേരെ പ്രസാദമൊക്കെ വാങ്ങി പ്രസാദം ഇനി നമ്മൾ എടത്തരികത്ത് കാവിൽ നമ്മുടെ അടുത്തേക്ക് വരിക. നല്ല തിരക്കാണ് അവിടെ. ഇത് മൊത്തം തിരക്കാണ്, കാരണം ആ ഗ്രില്ലിട്ടിട്ടാണ് കുറേശ്ശെ പിന്നെ അപ്പുറത്ത് കൂടെ വിടണുള്ളൂ. അപ്പോൾ നല്ല തിരക്ക് തന്നെയാണ്. അപ്പോൾ അങ്ങനെ കണ്ട് തൊഴുത് നേരെ എടത്തകരി കാവിലമ്മയുടെ അടുത്തേക്ക് വരാം. അവിടെ അതൊന്ന് മഞ്ഞ പട്ടാണ് കേട്ടോ. ഇന്നൊക്കെ മഞ്ഞയാണല്ലോ, എല്ലായിടത്തും മഞ്ഞ. പക്ഷെ നല്ല ആഭരണങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ അമ്മ. വളരെ വലിയ 2 നെക്ലസ് ഉണ്ട്. പിന്നെയും മാലകളുണ്ട്. ഒരുപാട് മാലയുണ്ട്, കിരീടമൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല പൂക്കൾ ഇഷ്ടം പോലെ, ധാരാളം പൂക്കളാണ് ആ മുന്നിലിങ്ങനെ കാണുന്നത്. അപ്പോൾ അമ്മേനെ കണ്ട് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ട് തൊഴുത് ഇനി കുറച്ചിങ്ങോട്ട് പോന്നാൽ മമ്മിയൂരപ്പനെ നോക്കി തൊഴാം. മമ്മിയൂരപ്പനോട് പ്രാർത്ഥിക്കാം. നമശിവായ 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 എന്ന് പറഞ്ഞ് പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. അത് കഴിഞ്ഞാൽ കൊടിമരത്തേക്ക് നോക്കാം.
ആ കൊടിമരത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോരുമ്പോൾ ആ ആൾരൂപത്തിൻ്റെ അവിടെയൊക്കെ ധാരാളം ക്യൂ ആട്ടോ. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ 2 മണി വരെയും 2 മണിയല്ല, ഒരു 1:45 ആണ് സ്റ്റാഫ് ലൈന് വിട്ടു. 1:45 1:50 ആയപ്പോൾ തന്നെ, കാരണം ആളൊരു വിധം കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ വിട്ടു. അതിലൂടെ സ്റ്റാഫിൻ്റെ ലൈനും പിന്നെ ടോക്കനും ഒക്കെ അതേവരില്ലല്ലോ. ഒന്ന് ഞായറാഴ്ച കൊണ്ട് വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടേ ഭക്തർക്ക് അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിലേക്കും തിരക്ക് തന്നെയാവും. അങ്ങനെ ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് വീണ്ടും ഒന്നും കൂടി നമ്മളെ പൊന്നുണ്ണിക്കണ്ണനെ ഒന്നുകൂടി കാണാം. അങ്ങനെ കണ്ട് അവിടുന്ന് ഇപ്പോൾ നമസ്കരിക്കാനൊന്നും അവിടെ നിന്ന് പറ്റില്ല. അപ്പോൾ എന്നാലും അവിടെ നിന്ന് നോക്കി നേരെ ആ കൂത്തമ്പലത്തിൽ നോക്കി. കൂത്തമ്പലത്തിൽ കൂത്തൊക്കെ നടക്കുന്ന ആ സമയമൊക്കെ അല്ലേ, അതൊക്കെ കണ്ട് അവിടെയൊക്കെ ഒന്ന് തൊഴുത് നേരെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരാം. അവിടെ ഇന്ന് മഞ്ഞപ്പട്ടാണ്. ഇന്ന് മൊത്തത്തിൽ പുറത്തെല്ലാവരും മഞ്ഞപ്പട്ടാണ്, അകത്ത് മാത്രം കാണാൻ മാത്രം വെളുത്ത വട്ടും. അപ്പം അങ്ങനെ കണ്ട് ഭൂതനാഥ സുധാനന്ദ സർവഭൂത ദയാപര രക്ഷ രക്ഷ മഹാബാഹോ ശാസ്തേസ്തുഭ്യം നമോ നമ. അങ്ങനെ അയ്യപ്പസ്വാമീനെ കണ്ട് ഒരു പ്രദക്ഷിണം ചെയ്ത് നേരെ ഇങ്ങോട്ട് പോരുക. അങ്ങനെ പോരുമ്പോൾ ശ്രീലകത്ത് നിന്ന് ഇങ്ങോട്ട് നമ്മൾ പോകുന്നല്ലോ. ഇനി നേരെ പടിഞ്ഞാറ നടയിലേക്ക് എത്തി. പടിഞ്ഞാറ നടത്ത ദീപസ്തംഭവും അതേപോലെ ആ കൊടിമരമൊക്കെ നോക്കിയിട്ട് ഒന്നുകൂടി തൊഴാം. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാവരും എൻ്റെ കൂടെ വന്നിട്ട് ആ ഗുരുവായൂരപ്പനെ കണ്ടു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തി. എന്നെ ശ്രവിക്കുന്ന എല്ലാവർക്കും ആ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ലഭിക്കും. ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. നമ്മളെ ആളുകൾ ഭക്തരിലേക്ക് എത്തട്ടെ. കൂടുതൽ ആളുകൾക്കത് അവിടുത്തെ എന്താണെന്നുള്ള കാര്യങ്ങളെ അറിയാൻ പറ്റട്ടെ. അപ്പോൾ കേൾക്കുന്നവരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.